ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് മാത്തമാറ്റിക്സിൻ്റെ ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആക്ടിവിറ്റി 1, റൈറ്റ് ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു മെഷർമെൻറ്റ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള മെഷർമെൻറ്റിനനുസരിച്ച് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ, ഇഫ് 1 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 പാർട്ട്? ചോദിച്ചിട്ടുള്ളത് 1 സെൻറ്റിമീറ്ററിനെ 10 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ ഒരു പാർട്ടിൻ്റെ ലെങ്ത് എന്താണെന്നാണ്. അതിൻ്റെ ഒരു പാർട്ടിൻ്റെ ലെങ്ത് 1 മില്ലിമീറ്റർ ആണ് വരിക. ഏഴാമത്തെ പാഠമായിട്ടുള്ള മെഷർ മാത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. 1 സെൻറ്റിമീറ്ററിനെ 10 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ ഒരു പാർട്ടാണ് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി മില്ലിമീറ്റേഴ്സ് ആർ ദർ ഇൻ 8 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 7 മില്ലിമീറ്റർ? 8 സെൻറ്റിമീറ്ററിലും 7 മില്ലിമീറ്ററിലും എത്ര മില്ലിമീറ്റേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. ഇതും മെഷർ മാത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. ഇവിടെ 8 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററുമാണ് ചോദിച്ചിട്ടുള്ളത്. 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ 8 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്നറിയാൻ 8 ഗുണിക്കണം 10 ചെയ്യുക. നമുക്ക് 80 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മുടെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുള്ള മില്ലിമീറ്റർ, അതായത് 7 മില്ലിമീറ്റർ കൂടി ഇതിനോട് കൂട്ടുക. 80 കൂട്ടണം 7 എത്ര കിട്ടി? 87 മില്ലിമീറ്റർ. ആൻസർ 87 മില്ലിമീറ്റർ എന്നാണ്. ഇനി സി ക്വസ്റ്റ്യൻ, റൈറ്റ് 4 മില്ലിമീറ്റേഴ്സ് ഇൻ സെൻറ്റിമീറ്റർ. ഇതുവരെ നമ്മൾ തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്കാണ് ആക്കിയത്. ഇവിടെ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്കാണ് ആക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്കാക്കാൻ ഇൻറ്റു 10 ആണ് ചെയ്യേണ്ടത്. തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ നമ്മൾ ചെയ്തതുപോലെ ഇവിടെ മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ബൈ 10 ചെയ്താൽ മതി. അതായത് 4 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 4/10 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് ഡി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് 1/100 പാർട്ട് ഓഫ് എ മീറ്റർ? ഒരു മീറ്ററിൻ്റെ 100ൽ ഒരു ഭാഗം എന്താണെന്ന് നമുക്കറിയാം. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. സോ 100ൽ ഒരു ഭാഗം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. ആൻസർ 1 സെൻറ്റിമീറ്റർ എഴുതി കൊടുക്കുക. അടുത്തത് ഈ 213/100 മീറ്റർ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന്. ഇതിവിടെ ഫ്രാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഫ്രാക്ഷൻ തന്നിട്ട് സെൻറ്റിമീറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്രാക്ഷനിൽ നമുക്കറിയാം ഈ പുറത്തുള്ള 2 ഇല്ലേ, അതാണ് മീറ്റർ. ഇവിടെ മീറ്റർ ആയിരുന്നു ചോദിച്ചതെങ്കിൽ 2 മീറ്റർ എന്നാണ് വരിക. ഇനി ഫ്രാക്ഷൻ്റെ മുകളിലുള്ള ന്യൂമറേറ്റർ 13, അതാണ് സെൻറ്റിമീറ്റർ വരിക. സോ ഇവിടെ ആൻസർ 13 സെൻറ്റിമീറ്റർ എന്നാണ്. ഇതൊക്കെ നമ്മൾ മെഷർ മാത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. എൻ്റെ വീഡിയോ വേണ്ടവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് 5th സ്റ്റാൻഡേർഡ് മാത്സ് നോക്കിയാൽ കാണാവുന്നതാണ്. ആക്ടിവിറ്റി 2, ഇത് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞ 8ാമത്തെ ചാപ്റ്റർ ബേസ്ഡ് ആണ്. ദ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ദാറ്റ് റെപ്രസെൻറ്റ് ഷെയ്ഡഡ് പാർട്സ് ഇൻ ദ പിക്ചേഴ്സ് ആർ ഗിവൺ ബിലോ. തന്നിട്ടുള്ള ചിത്രങ്ങളിലെ ചെയ്തതിനനുസരിച്ചിട്ടുള്ള ഫ്രാക്ഷൻസ് നിങ്ങൾക്ക് താഴെ തന്നിട്ടുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് ദി പിക്ചർ ദാറ്റ് റെപ്രസെൻറ്റ് ദി ഡിഫറെൻറ്റ് ഷേപ്സ്. 5/10 എന്ന് പറഞ്ഞാൽ 8 പാർട്ട് ഉണ്ടാവും ടോട്ടലായിട്ട്. അതിൽ 5 പാർട്ട് കളർ ചെയ്തിട്ടുണ്ടാവും. അതേത് പിക്ചറാണ്? ബി ആണ് ആൻസർ വരുന്നത്. അതിൽ നോക്കിക്കേ 5 പാർട്സ് കളർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കളർ ചെയ്തതും കളർ ചെയ്യാത്തതുമായിട്ട് ടോട്ടൽ വരുന്ന പാർട്ട് 8 ആണ്. സോ ബി ആണ് ആൻസർ വരുന്നത്. അടുത്തത് 1/2, ടോട്ടൽ 2 പാർട്ടാണ് വേണ്ടത്. അതിൽ ഒരു പാർട്ട് കളർ ചെയ്തിട്ടുണ്ടാവണം. ഏതാണ്? സി ആണ് വരുന്നത്. അടുത്തത് 1/3, 3 പാർട്സ് ഉണ്ട്. 1 പാർട്ട് കളർ ചെയ്തിട്ടുണ്ട്. എ ആണ്. 3/4, 3 പാർട്ടുകൾ കളർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കളർ ചെയ്തതും കളർ ചെയ്യാത്തതും 4 പാർട്സ് ആണ് ഉണ്ടത്. സോ ആൻസർ വരുന്നത് ഡി ആണ്. ചോദ്യം, ഡ്രോ എ സ്ക്വയർ ആൻഡ് ഷെയ്ഡ് 1/8 പാർട്ട് ഓഫ് ഇറ്റ്. 1/8 എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ വരച്ചിട്ട് 1/8 എന്ന് പറയുമ്പോൾ 8 ഭാഗങ്ങളാക്കണം. നമ്മുടെ സ്ക്വയറിനെ 8 പാർട്ടുകളാക്കണം. എന്നിട്ട് 1 ആണ് മുകളിൽ വന്നിട്ടുള്ളത്. സോ നമ്മൾ 1 പാർട്ടാണ്. 8 പാർട്ടുകളിൽ 1 പാർട്ടിനെ നമ്മൾ ഷെയ്ഡ് ചെയ്യണം. പിക്ചറിലുള്ള സ്ക്വയർ നോക്കിക്കേ, ടോട്ടൽ കളർ ചെയ്തതും കളർ ചെയ്യാത്തതുമായിട്ട് 8 പാർട്ടുകളുണ്ട്. അതിൽ ഒരു പാർട്ടിനെ കളർ ചെയ്തിട്ടുണ്ട്.
ആക്ടിവിറ്റി 3 ഫ്രാക്ഷണൽ ഫോം എഴുതാനാണ്. 1.5 ലിറ്റർ ഓഫ് മിൽക്ക്, 1ഉം ഉണ്ട് ഒരു ഹാഫും ഉണ്ട് ലിറ്റർ ഓഫ് മിൽക്ക് ആണ്. എങ്ങനെ നമുക്ക് ഫ്രാക്ഷനിൽ എഴുതാം? 1 എന്നുള്ളത് 1 എന്ന് എഴുതാം. ഹാഫ് എന്നുള്ളത് എന്താണ്? ഫ്രാക്ഷണലിലേക്ക് മാറ്റുമ്പോൾ 1/2 ആണ് നമ്മൾ ഹാഫിന് പറയുക. സോ 1/2 എന്ന് വരും. അടുത്തത് ബി, 2.25 മീറ്റർ ഓഫ് ക്ലോത്ത്. 2 എന്നുള്ളത് 2 തന്നെ എഴുതി കൊടുക്കുക. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ആണ്. സോ നമ്മുടെ ആൻസർ വരിക 2 1/4 എന്നാണ്. സി, 1 സർക്കിൾ ആൻഡ് 2 പാർട്ട് ഓഫ് അനദർ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 3. സർക്കിൾ ഉണ്ട് 1 എന്ന് എഴുതാം. പിന്നെ 2 പാർട്ട് ഓഫ് അനദർ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 3, 3 ഭാഗമാക്കിയ മറ്റൊരു സർക്കിളിൻ്റെ 2 ഭാഗം. എന്താണ്? 3 ഭാഗമാണ് സർക്കിൾ ആക്കിയത്. സോ അടിയിൽ 3 എന്ന് വരും. അതിൻ്റെ 2 ഭാഗം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ മുകളിൽ 2 എന്നും വരും. സോ ടോട്ടൽ 1 2/3 എന്നാണ് നമ്മുടെ ഫ്രാക്ഷൻ വരിക. D, a fraction equal to half when a circle divided into 8. സർക്കിൾ ഡിവൈഡ് ചെയ്തത് 8 പാർട്ടുകളാക്കിയിട്ടാണ്. സോ അടിയിൽ 8 എന്ന് വരും. പിന്നെ എങ്ങനെയാണ് നമുക്ക് വരേണ്ടത്? ഹാഫ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ 8ൻ്റെ ഹാഫ് എത്രയാണ്? 4/8 എന്നാണ് നമ്മുടെ ഫ്രാക്ഷൻ വരിക. പിക്ചറിൽ കാണുന്നത് ഒരു 4/8 ആണ് സർക്കിളിനെ. നോക്കിക്ക് 8 പാർട്ടുകളാക്കിയിട്ടുണ്ട്. 4 പാർട്ടുകൾ കളർ ചെയ്യുമ്പോഴല്ലേ ഈ സർക്കിൾ ഹാഫ് ആവുന്നത്. സോ അതാണ് നമ്മളോട് ചോദിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചതാണ്. ഈ ഹൗ മെനി 1/3 മീറ്റർ ലോങ് റോഡ്സ് പുട്ട് ടുഗദർ വിൽ മേക്സ് 1 മീറ്റർ. 1/3 കൂട്ടുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക എന്നാണ് ചോദ്യം. ഉത്തരം 3 എന്നാണ് വരിക. കാരണം 1/3 + 1/3 + 1/3 ന്യൂമറേറ്റേഴ്സ് മാത്രമേ നമ്മൾ കൂട്ടുള്ളൂ. 3/3 എന്ന് കിട്ടും. 3/3 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? സോ ആൻസർ 3 ആണ്. അടുത്തത് ആക്ടിവിറ്റി 4 ഒരു ക്ലോക്ക് ബേസ്ഡ് ചോദ്യമാണ്. എ പിക്ചർ ഓഫ് എ ക്ലോക്ക് ഈസ് ഗിവൺ. ഒരു ക്ലോക്കിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. വാട്ട് ആർ ദി ഹാൻഡ്സ് ഓൺ ദിസ് ക്ലോക്ക്? ഈ ക്ലോക്കിലുള്ള ഹാൻഡ്സുകൾ ഏതൊക്കെയാണ്? ഒരു ക്ലോക്കിലെ സൂചികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സെക്കൻഡ് ഹാൻഡ് ഉണ്ട്, മിനിറ്റ് ഹാൻഡ് ഉണ്ട്, ഹവർ ഹാൻഡ്. അതായത് സെക്കൻഡ് സൂചി, മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി. വിച്ച് ഹാൻഡ് ടേൺസ് ദി ഫാസ്റ്റസ്റ്റ്? ഏറ്റവും ഫാസ്റ്റ് നല്ല സ്പീഡുള്ള സൂചി ഏതാണ്? നമുക്കറിയാം നമ്മുടെ ക്ലോക്കിൽ എപ്പോഴും സ്പീഡിൽ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആണ്. മെലിഞ്ഞിട്ടുള്ള ചെറിയ സൂചി സെക്കൻഡ് ഹാൻഡ് ആണ്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദി മിനിറ്റ് ഹാൻഡ് ടു റൊട്ടേറ്റ് 1? മിനിറ്റ് ഹാൻഡിന് ഒരു പ്രാവശ്യം കറങ്ങാൻ വേണ്ടിയിട്ട് എത്ര സമയമാണ് എടുക്കുന്നത്? റൊട്ടേഷൻ അഥവാ ഒരു കറക്കം എന്ന് പറയുന്നത് 12ൽ നിന്ന് തുടങ്ങി 12ൽ എത്തുമ്പോഴാണല്ലോ. നമുക്കറിയാം ഓരോ നമ്പേഴ്സിൻ്റെ ഇടയിലും മിനിറ്റ് സൂചിക്ക് 5 മിനിറ്റുകളാണുള്ളത്. അതായത് 12ൽ നിന്ന് 1ലേക്ക് 5 മിനിറ്റ് ആണ്. 1ൽ നിന്ന് 2ലേക്ക് എത്തുമ്പോൾ 10 മിനിറ്റ്, 3ലേക്ക് എത്തുമ്പോൾ 15 മിനിറ്റ്. അങ്ങനെ കറങ്ങി 12ൽ എത്തുമ്പോൾ 60 മിനിറ്റ് ആണ് മിനിറ്റ് സൂചി എടുക്കുന്നത്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ അല്ലേ? സോ നമ്മുടെ ആൻസർ മിനിറ്റ് ഹാൻഡ് 1 റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം 1 ഹവർ ആണ്. ഡി ക്വസ്റ്റ്യൻ, വാട്ട് ടൈം ഈസ് ഇറ്റ് ഓൺ ദി ക്ലോക്ക് ഇൻ ദി പിക്ചർ? തന്നിട്ടുള്ള ചിത്രത്തിലെ ക്ലോക്കിലെ സമയമാണ് ചോദിച്ചിട്ടുള്ളത്. ഹവർ ഹാൻഡ് ഏത് നമ്പറിൻ്റെ നേരെയാണ് ഉള്ളതെന്ന് നോക്കുക. ഹവർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ചെറിയ സൂചിയാണ്. ഇവിടെ ഹവർ ഹാൻഡ് എയ്മലാണുള്ളത്. എ ചെറുതായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മൾ എയ്മലാണെന്നാണ് പറയുക. സോ നമുക്ക് എ എന്ന് കിട്ടി. ഇനി മിനിറ്റ് ഹാൻഡ് എ എന്ന് കിട്ടി. മിനിറ്റ് ഹാൻഡ് 3ലാണുള്ളത്. 3 എന്ന് പറയുന്നത് ഏതാണ്? 5 മിനിറ്റ് ആണ്. 2 എത്തുമ്പോൾ 10 മിനിറ്റ് ആണ്. 3 എത്തുമ്പോൾ 15 മിനിറ്റ് ആണ്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള സമയം 15 ആണ്. ആക്ടിവിറ്റി 5 നമുക്കിവിടെ കുറച്ച് ഷെയ്ഡഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ്, സർക്കിൾസ് തന്നിട്ടുണ്ട്. ദ പിക്ചർ എബവ് ഷോ എ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്, സം ഓഫ് വിച്ച് ഹാവ് ബീൻ കളേർഡ്. നമുക്കിവിടെ തന്നിട്ടുള്ളത് ഒരു സർക്കിളിനെ 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ചില പാർട്ടുകൾ കളർ ചെയ്തിട്ടാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് 2 അപ്രോപ്രിയേറ്റ് ഫ്രാക്ഷൻ ഫോം ഫോർ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള 2 ഫ്രാക്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആദ്യത്തെ പിക്ചർ നോക്കാം. ആദ്യത്തെ പിക്ചറിന് നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രാക്ഷൻസ് 2 പാർട്സ് ആണ് കളർ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് 2/8 എന്ന് എഴുതാം.
2/8 എന്തിന് ഈക്വൽ ആണ്? 2/8 എന്ന് പറഞ്ഞ ഫ്രാക്ഷനെ നമുക്ക് ചെറുതാക്കാം. എങ്ങനെ? 2ൽ ഒരു 2 ആണുള്ളത്, സോ 1 എന്ന് എഴുതാം. പിന്നെ 8ൽ എത്ര 2 ഉണ്ട്? 4 2s ഉണ്ട്, സോ നമുക്ക് 4 എന്നും എഴുതാം. സോ 2/8ഉം 1/4ഉം എന്താണ്? രണ്ട് ഈക്വൽ ഫ്രാക്ഷൻസ് ആണ്, അവിടെ എഴുതാം. സെക്കൻഡ് പിക്ചർ 4 പാർട്സ് ആണ് കളർ ചെയ്തിട്ടുള്ളത്. 8 പാർട്ട് ആണല്ലോ ടോട്ടൽ ഉള്ളത്, സോ 4/8 എന്ന് എഴുതാം. ഇനി 4/8ന് നമുക്ക് എങ്ങനെ എഴുതാം? 4ൽ എത്ര 4s ഉണ്ട്? 1 ആണ്. 8ൽ എത്ര 4 ഉണ്ട്? 2 ആണ്. 1/2 എന്ന് എഴുതാം. 4/8ഉം 1/8ഉം 1/2ഉം ഈക്വൽ ആണ്, സോ നമുക്ക് 4/8 1/2 എന്ന് എഴുതാം. ഇത് മൂന്നാമത്തെ പിക്ചർ നോക്കിക്കേ. ഇവിടെ 6 പാർട്ടുകളാണ് കളർ ചെയ്തിട്ടുള്ളത്, സോ നമുക്ക് ആദ്യത്തെ ഫ്രാക്ഷൻ 6/8 എന്ന് എഴുതാം. 6/8ന് തുല്യമായ വേറൊരു ഫ്രാക്ഷനും നമ്മൾ എഴുതണം. 6ലും 8ലും 2 പോവും. 6ൽ എത്ര 2 ഉണ്ട്? 3 ആണ്. 8ൽ എത്ര 2 ഉണ്ട്? 4 ആണ്. സോ നമുക്ക് 3/4 എന്നുള്ള ഫ്രാക്ഷനും കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് ഫ്രാക്ഷണൽ ഫോംസ് ഇൻ പിക്ചർ? നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഫ്രാക്ഷനെ ഒന്നുകൂടി ചെറുതാക്കി സിംപ്ലിഫൈഡ് ആക്കിയിട്ട് എഴുതിയതാണ് രണ്ടാമത്തെ ഫ്രാക്ഷൻ. അടുത്തത് ആക്ടിവിറ്റി 6 മെഷർമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. ദ ടേബിൾ ഗിവൺ ബിലോ ഷോ സം മെഷർമെന്റ്, കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. 7 3/10 സെന്റിമീറ്റർ എന്നാണ് ഫ്രാക്ഷനിൽ തന്നിട്ടുള്ളത്. ഡെസിമൽ ഫോമിലേക്ക് നമ്മൾ മാറ്റണം. ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ ആദ്യം പുറത്തുള്ള 7 എടുത്ത് എഴുതുക, എന്നിട്ട് പോയിന്റ് ഇടുക, ന്യൂമറേറ്റർ എഴുതി കൊടുക്കുക. നമുക്ക് 7.3 സെന്റിമീറ്റർ എന്ന് എഴുതി. ഇനി ഫസ്റ്റത്തെ കോളത്തിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് സെന്റിമീറ്ററിന്റെ തൊട്ട് താഴെ ആരാണ്? മില്ലിമീറ്റർ അല്ലേ? സോ നമ്മൾ മില്ലിമീറ്ററിലേക്കാണ് മാറ്റി എഴുതേണ്ടത്. മില്ലിമീറ്ററിലേക്ക് മാറ്റി എഴുതാൻ പോയിന്റ് ഇല്ലാതെ എയിനെയും 3നെയും ഒരുമിച്ച് ചേർത്ത് അങ്ങ് എഴുതുക. 73 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യം 5.43 മീറ്റർ എന്നാണ്. അതിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പോയിന്റിന് മുൻപേ ഉള്ള 5നെ പുറത്തേക്ക് അങ്ങ് എഴുതുക. ഇനി പോയിന്റിന് ശേഷമുള്ള 43നെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ഡിനോമിനേറ്റർ ആയിട്ട് പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് വന്നിട്ടുണ്ട്? 43 എന്ന് പറയുമ്പോൾ 2 നമ്പേഴ്സ് ആണ് വന്നത്, സോ 2 പൂജ്യമുള്ള ആളാണ് ഡിനോമിനേറ്ററിൽ വരിക. നമുക്ക് 5.43/100 എന്നുള്ള ഫ്രാക്ഷൻ ആണ് കിട്ടുക. ഇനി ഫസ്റ്റത്തെ കോളത്തിലേക്ക് നമ്മൾ മീറ്ററിന്റെ തൊട്ട് താഴെ ആരാണ്? സെന്റിമീറ്റർ അല്ലേ? ഫസ്റ്റത്തെ കോളത്തിൽ സെന്റിമീറ്ററിലേക്കാണ് മാറ്റി എഴുതേണ്ടത്. സെന്റിമീറ്ററിലേക്ക് മാറ്റി എഴുതാൻ എളുപ്പമല്ലേ? കാരണം 5.43നെ സെന്റിമീറ്ററിലേക്ക് മാത്രം എഴുതാൻ പോയിന്റ് ഇല്ലാതെ 5നെയും 43നെയും ചേർത്ത് അങ്ങ് എഴുതിയാൽ മതി. നമുക്ക് 543 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം 6.875 കിലോഗ്രാം ആണ് തന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് ആദ്യം ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതാം. ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ പോയിന്റിന് മുൻപേ വരുന്ന ആദ്യത്തെ നമ്പർ ഏതാണ്? 6. സോ നമ്മൾ അത് ഹോൾ നമ്പർ ആയിട്ട് പുറത്തേക്ക് അങ്ങ് എടുത്ത് എഴുതി കൊടുക്കുക. ഇനി ന്യൂമറേറ്റർ ആണ് നമുക്ക് കാണേണ്ടത്. അത് 875 ആണ്, പോയിന്റിന് ശേഷം വരുന്ന സംഖ്യയാണ്. ഇനി ഡിനോമിനേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ട്? 3 ആണ്. സോ 3 പൂജ്യമുള്ള ആളാണ് വരിക, അത് 1000 ആണ്. സോ ഡിനോമിനേറ്റർ 1000 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് കോളത്തിലേക്ക് കിലോഗ്രാമിൻ്റെ താഴെയുള്ള ആൾ ഗ്രാം ആണ്. സോ ഗ്രാമിലേക്ക് മാറ്റിയിട്ടാണ് ആദ്യത്തെ കോളത്തിലേക്ക് എഴുതേണ്ടത്. അത് പോയിന്റ് ഇല്ലാതെ 6നെയും 875നെയും ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6875 ഗ്രാംസ് എന്ന് കിട്ടി. സോ നിങ്ങളത് അവിടെ ഫസ്റ്റ് കോളത്തിലേക്ക് എഴുതി കൊടുക്കുക. 5672 മില്ലി ലിറ്ററിനെ ഫ്രാക്ഷനിലോട്ട് മാറ്റാം. ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 5,672/1000 എന്നാണ് വരിക. മില്ലി ലിറ്റർ ആകുമ്പോൾ ഡിനോമിനേറ്റർ ആയിട്ട് 1000 ആണ് വരിക. മില്ലി ലിറ്ററിനെക്കാട്ടിലും വലുത് ലിറ്റർ ആണ്. സോ നമ്മൾ ഫ്രാക്ഷനിലേക്ക് എഴുതുമ്പോൾ ലിറ്റർ എന്ന് എഴുതണം. ഫോമിലേക്ക് എഴുതാൻ സിമ്പിൾ അല്ലേ? ഫ്രാക്ഷനിൽ എഴുതിയ ഹോൾ നമ്പർ 5 എന്ന് എഴുതുക, പോയിന്റ് ഇടുക, 672 ലിറ്റർ എന്ന് എഴുതുക. ഇനി അടുത്ത ചോദ്യം 10 കിലോഗ്രാംസും 125 ഗ്രാംസുമാണല്ലോ.
ഫ്രാക്ഷനിലോട്ട് എഴുതാൻ 10 എന്നുള്ളത് പുറത്തേക്ക് എടുത്ത് എഴുതുക, 125/1000 എന്ന് ഫ്രാക്ഷനിലോട്ടും എഴുതുക. അപ്പോൾ നമുക്ക് 10 125/1000 കിലോഗ്രാം എന്ന് കിട്ടി. കിലോഗ്രാമിൻ്റെ ചോദ്യത്തിനും ഡിനോമിനേറ്റർ 1000 ആണ് വരിക. പോയിന്റിലേക്ക് എഴുതാൻ സിമ്പിൾ അല്ലേ, 10.125 കിലോഗ്രാം എന്ന് വരിക. അപ്പോൾ ഇങ്ങനെ ഡെസിമലിലേക്ക് എഴുതേണ്ടതും ഫ്രാക്ഷനിലേക്ക് എഴുതേണ്ടതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. സോ ചാപ്റ്ററിൻ്റെ ലിങ്ക് വേണ്ടിയവർ കമൻറ്റിൽ ചോദിക്കാം. ആദ്യത്തെ ചോദ്യമാണ്, ഇഫ് എ ട്രെയിൻ ഷെഡ്യൂൾഡ് ഓൺ ഡിപ്പാർട്ട് മാംഗ്ലൂർ അറ്റ് 1850 ഓൺ December 4th ലെഫ്റ്റ് 20 minutes ലേറ്റ്, വാട്ട് ടൈം ഡിഡ് ദ ട്രെയിൻ ലീവ്? ട്രെയിൻ പുറപ്പെടാൻ തീരുമാനിച്ചിരുന്നത് 18:50 പക്ഷേ ട്രെയിൻ 20 minutes ലേറ്റ് ആണ്. അപ്പോൾ ട്രെയിൻ ഏത് സമയത്താണ് പുറപ്പെട്ടതെന്നാണ് ചോദിച്ചത്. നമുക്ക് 18:50 20 minutes കൂടി കൂട്ടി നോക്കിയാൽ മതിയല്ലോ. 18:50 20 minutes കൂട്ടാം. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, മിനിറ്റ്സുകൾ തമ്മിൽ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. സോ നമുക്കിവിടെ 70 minutes 18 hours എന്ന് കിട്ടി. ഇവിടെ 70 minutes എന്ന് പറയുന്നത് 60 minutesനെക്കാട്ടിലും കൂടുതലല്ലേ. 60 minutes ആണ് 1 hour എന്ന് നമുക്കറിയാം. സോ നമുക്ക് ഈ 60 minutesനെ ഹവറിലേക്ക് കൊടുക്കാം. ഹവറിലേക്ക് കൊടുക്കുമ്പോൾ മിനിറ്റ്സിൽ കൊടുക്കാൻ പോരാ, ഹവറിൽ തന്നെ കൊടുക്കണം. സോ അവിടെ 19 hours എന്നായി. പിന്നെ ബാലൻസ് വരുന്നത് 10 minutes അല്ലേ. 70-ൽ നിന്ന് 60 പോയാൽ 10 minutes. സോ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 19 hours 10 minutes ആണ്. ആ 19:10 നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ, നമ്മുടെ ട്രെയിൻ ലെഫ്റ്റ് ആയ സമയം AM PM ഉപയോഗിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് 12 മണി കുറച്ചാൽ മതി. അതായത് 19:10 12 കുറയ്ക്കുക, നമുക്ക് 7:10 എന്ന് ആൻസർ കിട്ടും. ഇഫ് ദ ട്രെയിൻ റീച്ച്ഡ് തിരുവനന്തപുരം അറ്റ് 11:30 the next day, what was the total time taken for the journey? 10:30 തിരുവനന്തപുരത്ത് എത്തിയതെങ്കിൽ എത്ര സമയമാണ് യാത്രയ്ക്ക് എടുത്തതെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം 7:10 യാത്ര തുടങ്ങിയത്. അധികം ശ്രദ്ധിക്കുക, അന്ന് രാത്രി 11:30 എത്തിയത്, പിറ്റേന്ന് രാത്രി 11:00. സോ ആദ്യം നമുക്ക് 7:10 മുതൽ രാത്രി 12 മണി വരെ എത്ര സമയമുണ്ടെന്ന് കാണാം. രാത്രി 12 മണി വരെ 4 മണിക്കൂറും 50 മിനിറ്റ്സുമാണുള്ളത്. പിന്നെ രാത്രി മുതൽ പിറ്റേന്ന് 11:30 വരെ 11 മണിക്കൂറും 30 മിനിറ്റ്സുമാണുള്ളത്. ഇനി കിട്ടിയ ഈ 2 സമയം കൂടി കൂട്ടുക, അതായത് 4 മണിക്കൂറും 50 മിനിറ്റ്സും 11 hours 13 minutes ആഡ് ചെയ്യുക. നമുക്ക് ആൻസർ 16 hours 20 minutes കിട്ടും. സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ നെക്സ്റ്റ് വേറെ ഒരു സബ്ജക്റ്റിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.